So welcome to Concepts. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 66 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 66. The capacitance needed for 1000 reactants at 2 MHz is. അപ്പോൾ ഇതിൽ റിയാക്റ്റൻസ് കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. XC ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, അതിൽ സി ആണ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ, XC എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും. അപ്പോൾ റിയാക്റ്റൻസ് XC നമുക്ക് തന്നിട്ടുണ്ട് 1000 ആണ്, ആൻഡ് എഫ് ഫ്രീക്വൻസി എത്രയാണ് 2 MHz ആണ്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 80 പൈക്കോഫാരഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ബി 80 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 67 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 68 PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യനിലും എറർ ഉള്ളത് കാരണമാണ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കണ്ട. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 69. ദി പവർ ട്രാൻസ്മിറ്റഡ് ബൈ എ സിഗ്നൽ സോഴ്സ് ഇസ് മാക്സിമം വെൻ. ഇത് നമ്മുടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്തിട്ട് മാക്സിമം പവർ ഇസ് ട്രാൻസ്മിറ്റഡ് വെൻ ദി സോഴ്സ് ഇമ്പിഡൻസ് ഇസ് ഈക്വൽ ടു ദി ലോഡ് ഇമ്പിഡൻസ് ആണ്. അതിപ്പോൾ എന്താ പറയുക, റെസിസ്റ്റൻസ് ആണെങ്കിൽ സോഴ്സ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി ലോഡ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, സോഴ്സ് ഇമ്പിഡൻസിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കണം ലോഡ് ഇമ്പിഡൻസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ് തരുന്നതെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും ലോഡ് ഇമ്പിഡൻസ് എന്നുള്ളത് ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത് മാക്സിമം പവർ ട്രാൻസ്മിഷൻ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. So the answer is option A. The source impedance is equal to that of the load. Next is question number 70. The algebraic sum of currents at anode of a network is. So ഇത് നമ്മുടെ കിർച്ചോസ് കറണ്ട് ലോ യൂസ് ചെയ്തിട്ടാണ് എന്താ നമുക്കറിയാമല്ലോ, ഒരു നോഡിലേക്ക് വരുന്ന എല്ലാ കറണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. ഓക്കെ, സോ ദി ഓൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് അറ്റ് ആനോഡ് അല്ല, എ നോഡാണ്. അറ്റ് എ നോഡ് ഓഫ് എ നെറ്റ്വർക്ക് ഈസ് 0. ആൻസർ ഓപ്ഷൻ സി 0. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 71. To increase the range of a voltmeter having full scale deflection of 50 microampere, a resistance is connected. ശരിക്കും ഇതിൻ്റെ ആൻസർ മോർ ദാൻ എയ്തർ ഓഫ് ദി കപ്പാസിറ്റൻസ്, ലെസ് ദാൻ എയ്തർ ഓഫ് ദി കപ്പാസിറ്റൻസ്, ഈക്വൽ ടു വൺ ഓഫ് ദി കപ്പാസിറ്റൻസ് ആൻഡ് ഈക്വൽ ടു വൺ ഓഫ് ദി ലോ കപ്പാസിറ്റൻസ്. ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് PSC തന്നേക്കുന്ന ഓപ്ഷൻ, ദാറ്റ് ഈസ് ലെസ് ദാൻ എയ്തർ ഓഫ് ദി കപ്പാസിറ്റൻസ്. ഒരു വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഹയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഹയർ റേഞ്ച് ആയിരിക്കും, അതുപോലെ ലോവർ റെസിസ്റ്റൻസ് ആണെങ്കിൽ റേഞ്ച് കുറവായിരിക്കും. പക്ഷേ ഇവിടെ ലെസ് ദാൻ എയ്തർ ഓഫ് ദി കപ്പാസിറ്റൻസ്, അതായത് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ലെസ് ദാൻ എയ്തർ ഓഫ് ദി കപ്പാസിറ്റൻസ് എന്നാണ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. കൺഫ്യൂസിങ് ആണ്, ഞാനിത് കുറേ റെഫർ ചെയ്ത് നോക്കി, പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൽ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ഇത് ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വേണം ഒരു വോൾട്ട്മീറ്ററിന് കണക്ട് ചെയ്യാൻ ടു ഇൻക്രീസ് ഇറ്റ്സ് റേഞ്ച്. ഓക്കെ, റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരീസ് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യേണ്ടത് വോൾട്ട്മീറ്ററിന്. ഓക്കെ, so question number 72. Time taken for a fuse to blow is proportional to. Option A, current flowing through it. Option B, voltage applied to it. Option C, the square of the current flowing through it. Option D, the AC voltage flowing through it.
അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആണ്. അപ്പോൾ കൂടുതൽ ഹയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഫ്യൂസ് പെട്ടെന്ന് ബ്ലോ ഓഫ് ആവും. അതുപോലെ സ്മോളർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഫ്യൂസ് ബ്ലോ ഓഫ് ആവാൻ ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ ടൈം ടു blow off a fuse is inversely proportional to the current flowing through it. Okay. Next is question number 73. The capacity of a battery is in option A amperes, option B ampere turn, option C ampere hour and option D milliamperes. Capacity of a battery എന്ന് പറഞ്ഞാൽ measure of storage of charge ആണ്. അപ്പോൾ ചാർജ് സ്റ്റോറേജിൻ്റെ ഒരു മെഷറിനെയാണ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ അവർ ആണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് ആണ് ഈ ആംപിയർ അവർ. വാട്ട് അവറിലും കിലോ വാട്ട് അവറിലും ഒക്കെ കപ്പാസിറ്റി നമ്മൾ പറയാറുണ്ട്, എങ്കിലും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടേം ഇസ് ആംപിയർ അവർ. Question number 74. If an AC circuit, the supply voltage is 230 volt, 50 hertz, current through the circuit is 5 ampere and the power drawn by the load is measured to 920 watts, then the power factor is. അപ്പോൾ നമുക്ക് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ് പവർ ഫാക്ടർ? P is equal to എന്താണ് VI cos phi അല്ലേ? സോ ഇതാണ് പവർ ഫാക്ടർ ഇതിൽ കോസ് ഫൈ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. P is equal to VI cos phi. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, P എന്ന് പറഞ്ഞാൽ മെഷേർഡ് പവർ ആണ്. അപ്പോൾ നമുക്കറിയാം the power drawn by the load is measured to 920 watts. അപ്പോൾ ഈ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 920 watts ആണ്. പക്ഷെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന പവർ എത്രയാണ്? അത് നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് അറിയാം 5 ആംപിയർ ആണെന്ന്. അപ്പോൾ വിയും അറിയാം, കറണ്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ കോസ് ഫൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ 920 ഡിവൈഡഡ് ബൈ 230 ഇൻറ്റു 5 ആംപിയർ ചെയ്യുമ്പോഴത്തേക്ക് കോസ് ഫൈൻ്റെ വാല്യൂ കിട്ടും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 0.8 ആണ്. അതായത് 920 ഡിവൈഡഡ് ബൈ 230 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 വരും. ആൻഡ് 4 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോഴത്തേക്ക് 0.8 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 75. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സസ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം എന്താണ്? വെബർ ആണല്ലേ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 76. The decimal number 15 in binary system is represented as. The right answer is option C 1111. These simple questions ആണ്. Question number 77. Power dissipation in a resistive load would be. Power dissipation എന്താണ്? പവർ എപ്പോഴും ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഫോമാണ്. പവർ ഡെസിപ്പേഷൻ ഇസ് ഈക്വൽ ടു I² ഇൻറ്റു R ആണ്. ഓക്കെ, I² ഇൻറ്റു R. ഇവിടെ ഓപ്ഷൻ തലതിരിച്ചാണ് തന്നിരിക്കുന്നത് R ഇൻറ്റു I². അപ്പം കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ I² R, അതായത് R ഇൻറ്റു I². ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 78. If the output of an amplifier is 100 watts, its input decibel is 1 watts. The power gain of the amplitude in decibels is. അപ്പം നമുക്കറിയാം പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ 10 log V out by V in ആണ്. ഓക്കെ, പവർ ആയത് P out by P in ആണ്. 10 log P out by P in ആണ്. നമുക്കറിയാം ഔട്ട്പുട്ട് പവർ എത്രയാണ് തന്നിരിക്കുന്നത്? 100 watts എന്നും ഇൻപുട്ട് പവർ 1 watt എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ P out by P in എന്ന് പറയുന്നത് 100 ആണ്. ലോഗ് P out by P in എന്ന് പറഞ്ഞാൽ ലോഗ് 100 വരും. ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി പവർ ഗെയിൻ എങ്ങനെയാണ് എടുക്കുന്നത്? 10 log P out by P in. അപ്പോൾ 10 ഇൻറ്റു 2 20. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 79. ഇൻ CRO X ആക്സിസ് നോർമലി റെപ്രസെൻറ്റ്. CROയിൽ X ആക്സിസ് എന്താണ് നോർമലി? It's represent time. Okay, option A time. Next is question number 80. If 4 resistors each having value R connected in parallel, then the value of the combination will be. അപ്പോൾ 4 റെസിസ്റ്റൻസ് ഉണ്ട്, 4 കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ എൻ്റെ
കോമ്പിനേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? R/4. ഓപ്ഷൻ ഡി R/4 ആയിരിക്കും. ഇപ്പോൾ n റെസിസ്റ്റേഴ്സ് ഈച്ച് ഹാവിങ് വാല്യൂ R കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/n ആയിരിക്കും. ഓക്കെ, സോ സിമ്പിൾ ആണത്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 81. ദി കപ്പാസിറ്റൻസ് ഓഫ് എ വാരക്ടർ ഡയോഡ്. നമുക്കറിയാം വാരക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലൈഡ് വോൾട്ടേജിന് അനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന ഡയോഡാണ് വാരക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ. ഈ വാരക്ടർ ഡയോഡിൻ്റെ എങ്ങനെയാണ് ഈ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്നത്? റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂടുന്തോറും വാരക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസും കൂടും. ഓക്കെ, സോ ദി ഓപ്ഷൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, increases with reverse bias across it. Okay, റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 82. ബാൻഡ്വിഡ്ത്ത് ഇൻ CTV transmission in comparison to B and WTV transmission would be option A same, option B 1.3 times, option C less and option D 3 times. ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ എ സെയിം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 83. ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എൻ്റെ ഓപ്ഷൻസ് പറഞ്ഞേക്കുന്നത്? ഓപ്ഷൻ എ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 180 ഡിഗ്രി, വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 180 ഡിഗ്രി, കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ആൻഡ് വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. അപ്പോൾ ഇൻഡക്റ്റീവ് ആണെങ്കിൽ എപ്പോഴും കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജിൻ്റെ പുറകിലായിരിക്കും കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇഫ് ഇറ്റ് ഈസ് എ പ്യുവർ കപ്പാസിറ്റീവ് ലോഡ് ആണെങ്കിലോ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 84. To convert simple meter into voltmeter, the resistance has to be connected. നമുക്കറിയാം സിമ്പിൾ മീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സീരീസ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 85. ദി ഔട്ട്പുട്ട് ഓഫ് എൻ ഇൻപുട്ട് സീക്വൻസ് 0.1 and 1 in a 2 input gate would be. ഇതിൽ ഏത് ഗേറ്റ് ആണെന്നൊന്നും പറയുന്നില്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് റോങ് ആൻഡ് PSC ഹാസ് ക്യാൻസൽഡ് ദിസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 86. 1 microfarad is equal to, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻6. അപ്പോൾ 1 microfarad എന്ന് വെച്ചാൽ 1 × 10⁻⁻6 ഫാരഡ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി 10⁻12 ആണെങ്കിൽ എന്താണ്? പൈക്കോ ഫാരഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 87. When two capacitors C1 and C2 are connected in parallel. അപ്പോൾ രണ്ട് കപ്പാസിറ്റർ C1 ഉം C2 ഉം പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മൾ? ഓപ്ഷൻ എ C = C1 + C2, ഓപ്ഷൻ ബി C = 1/C1 + 1/C2, ഓപ്ഷൻ സി C = 1/C1 + C2, ഓപ്ഷൻ ഡി C = C1C2/C1 + C2. രണ്ട് കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ സം ആയിരിക്കും. ഇൻ കേസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് എടുക്കുക? 1/C = 1/C1 + 1/C2, അതായത് C = C1C2/C1 + C2 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സീരീസ് ആയതുകൊണ്ട് പാരലൽ ആയതുകൊണ്ട് C = C1 + C2, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 88. When two resistors are connected in series, they have, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ they have ഓപ്ഷൻ എ സെയിം റെസിസ്റ്റൻസ് വാല്യൂ. അതെന്തായാലും വരില്ല. രണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസും സെയിം വരില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി സെയിം വോൾട്ടേജ് അക്രോസ് ദം, സെയിം വോൾട്ടേജും വരില്ല. രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിലാണ് അതിന് അക്രോസ് സെയിം വോൾട്ടേജ് വരിക. ഓപ്ഷൻ സി സെയിം കറണ്ട് പാസിങ് ത്രൂ ദം, അതാണ് റൈറ്റ് ആൻസർ അല്ലേ? രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 89. According to Kirchhoff's voltage law, the algebraic sum of all IR drops and EMF in any closed loop of a network is always. എന്താണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്? IR ഡ്രോപ്പിൻ്റെ സമ്മും EMFൻ്റെ സമ്മും ഒരു ക്ലോസ് ലൂപ്പിൽ IR ഡ്രോപ്പിൻ്റെയും EMFൻ്റെ സമ്മ് 0 ആയിരിക്കും. സോ ഓപ്ഷൻ എ 0 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 90.
When checked with an ohm meter, an open resistor reads. Open resistor എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ഇമ്പിഡൻസ് ആയിരിക്കും നെക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യും? ഓപ്ഷൻ എ ഇൻഫിനിറ്റി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 91. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡ്രൈ ബട്ട് റീചാർജബിൾ സെൽ? ഓക്കെ. A nickel cadmium cell, B mercury cell, C lead acid cell and D solar cell. Option A nickel cadmium cell ആണ് right answer. Next is question number 92. The main purpose of laminating a transformer core is to decrease its. അപ്പോൾ ട്രാൻസ്ഫോമർ കോറിന് ലാമിനേറ്റ് ചെയ്യുന്നത് എഡ്ഡി കറണ്ട് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. So the next question is 93. The RMS value of a sinusoidal AC current is equal to its value at an angle of dash degrees. അപ്പോൾ നമുക്കറിയാം RMS value of current, AC കറണ്ടിൻ്റെ RMS വാല്യൂ എങ്ങനെയാണ് കിട്ടുക? IRMS is equal to I0 by √2 ആണ് അല്ലെ? I/√2 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു സിനുസോയിഡലിൻ്റെ 1/√2 ടൈംസ് അതിൻ്റെ വാല്യൂ വരുന്നത് എപ്പോഴാണ്? അതിൻ്റെ ആംഗിള് 45 ഡിഗ്രി ആകുമ്പോഴായിരിക്കും. സൈൻ 0 is equal to 0. സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ആൻഡ് സൈൻ 45 ആണ് 1/√2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതും അതാണല്ലോ, I/√2 ആണ്. 1/√2 ടൈംസ് മാക്സിമം കറണ്ടാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്? 45 ഡിഗ്രി ആംഗിൾ ഉള്ളപ്പോഴായിരിക്കും കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി 45 ആണ് റൈറ്റ് ആൻസർ. Next is question number 94. In a series circuit with R is equal to 10 ohm, XL is equal to 25 ohm, XC is equal to 35 ohm, carrying effective current of 5 ampere, the power dissipated is dash watt. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പവർ ഡെസിപ്പേഷൻ്റെ ഫോർമുല നമ്മൾ പറയുന്നുണ്ട്. പവർ ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ I²R. റെസിസ്റ്റീവ് ലോഡിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കപ്പാസിറ്റീവോ ഇൻഡക്റ്റീവ് ലോഡിനെ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ I²R, I എന്ന് പറഞ്ഞാൽ 5 ആണെന്നറിയാം. 25 ഇൻറ്റു R 250 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 250 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 95. The time constant of an RC circuit is defined as the time during which capacitor charging current become dash percentage of its dash value. Okay, കുറേ ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻസ് A 37 percentage of its final value, option B 63% of its final value, option C 63% of its initial value, option D 37% of its initial value. അപ്പോൾ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഡ്യൂറേഷൻ ഇൻ സെക്കൻഡ്സ് ഡ്യൂറിങ് വിച്ച് ദി കറണ്ട് ത്രൂ എ കപ്പാസിറ്റൻസ് വേരീസ് ഓർ ബിക്കംസ് 36.7% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഇവിടെ നമ്മൾ 36.7 37 എന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂവിൻ്റെ 37% ആകുന്നതാണ് ഒരു ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടും. ശരിക്കും ടൈം കോൺസ്റ്റന്റ് നമുക്കറിയാം മെഷർ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഇൻറ്റു കപ്പാസിറ്റൻസ് RC ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 37% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഏതൊരു RC സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. So option D 37 and initial is the right answer. The next question is question number 96. Tuning circuit use the principle of option A maximum energy transfer, option B mutual inductance, option C resonance and option D modulation. For tuning circuits അറിയാം നമുക്ക് എന്താണ്? ഓപ്ഷൻ C resonance ആണ് right answer. So question number 97. When electrons leave the N material to fill holes in the P material, the process is called option A doping, doping അല്ല, option B mining അല്ല, option C depletion അല്ല, option D diffusion. So the right answer is diffusion. No? Next is question number 98. An auto transformer consists of 200 turns winding connected to a 200 volt supply mains. For getting 24 volt output, the winding should be tapped to a turn number. So simple question ആണ്. ടേൺസ് റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടേൺസ് റേഷ്യോ എന്താണ്? N2/N1 is equal to V2/V1. നമുക്കറിയാം ഇതിൽ N1 200 ടേൺസ് തന്നിട്ടുണ്ട്, N2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതുപോലെ തന്നെ V2
V2 തന്നിട്ടുണ്ട് 24 വോൾട്ട്, V1 200 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ N2/200 is equal to 24/200. So N2 equal to 24. Option B 24 ആണ് right answer. So question number 99. Signal attenuation means. Signal attenuation എന്ന് പറഞ്ഞാൽ എന്താണ്? Signal option A amplification, option B transmission, option C stoppage, option D weakening. നമുക്കറിയാം അറ്റീനുവേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ അല്ല, ട്രാൻസ്മിഷനും അല്ല. പിന്നെ സ്റ്റോപ്പേജും വീക്കനിങ്ങും തമ്മിലുള്ള കൺഫ്യൂഷൻ വരുന്നത്, അത് സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറ്റീനുവേഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും സിഗ്നലിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുകയല്ല ചെയ്യുന്നത്, അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ ഡി വീക്കനിങ് ആണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 100. For semiconductors like silicon, the unit cell is option A simple cube, option B body centered cube, option C face centered cube, option D hexagonal. The right answer is option B body centered cube. Okay. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എപ്പോഴും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു PSC ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWDൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 50 ഒക്കെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ തന്നെ ആയിരിക്കും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് മിക്കതും വരുന്നത്. സോ വളരെ ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ബേസിക്സ് മാത്രം കവർ ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ.